വളരെ പ്രശംസനീയമാണ്. കേരളത്തിൽ തന്നെ പത്തനാപുരം പട്ടാഴിയിൽ മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ രോഗികളെ വീട്ടിൽ ചെന്ന് കാണും. അവർക്ക് ആവശ്യമായ ഇപ്പോൾ ഒരു അസുഖം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ മടങ്ങി വരുന്ന ആളുടെ തുടർന്നുള്ള കാലിൻ്റെ മുറിവിൻ്റെ ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം വീട്ടിൽ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ഡോക്ടർ റാണി ചന്ദ്രയോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് അവർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അവർ ചുമതലയെടുത്തതിന് ശേഷം വളരെ നല്ലൊരു ഡോക്ടറാണ്. അവർ ചുമതലയേറ്റതിന് ശേഷം കൃത്യമായി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് സെൻ്ററിലെ ജീവനക്കാർ ഇന്നലെ തന്നെ പറഞ്ഞു, മനുഷ്യനെ പറയുന്നുണ്ട് 6 മണിക്ക് ശേഷം എണ്ണ വീണ് പുള്ളി ആളുടെ വീട്ടിലേക്ക് എത്താനും അദ്ദേഹത്തിന് വേണ്ട പരിചരണങ്ങൾ നൽകാനും നമ്മുടെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ തയ്യാറാണ്. പട്ടാഴി ആശുപത്രിയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. കാരണം ഒരു 15 ലക്ഷം രൂപ അഡീഷണലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു 6 ലക്ഷം രൂപ ഞാൻ ഈ തൈറോയിഡ് അനലൈസർ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറിന് MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ്റേ മുറിയുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എക്സ്റേ മെഷീൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പട്ടാഴി ആശുപത്രി ഇപ്പോൾ തന്നെ വളരെയധികം OP കൂടിയിട്ടുണ്ട്. ഒരു ഡോക്ടറുടെ കുറവുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തി അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ ഇവിടെ നിയമിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കും. നേരത്തെ ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ സബ് സെൻറ്റർ 2 നമ്മൾ പണിതു. അവിടെ എല്ലാം നല്ല പ്രവർത്തനങ്ങളാണ്. ഏതായാലും നല്ല ആരോഗ്യവകുപ്പിലെ ഡോക്ടർ റാണിചന്ദ്രയുടെ നേതൃത്വത്തിൽ പട്ടാഴി ആശുപത്രിയിൽ ജീവനക്കാർ വളരെ നല്ല പ്രവർത്തനം. അത് ഏറ്റവും വലിയൊരു ആശയം എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും ഡയബറ്റിക്കിൻ്റെ അസുഖമുള്ള ആൾക്കാരുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി ഒരു സർജറിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുല്ലൂർ ആശുപത്രിയിൽ പോയി വന്നാൽ താലൂക്ക് ആശുപത്രിയിൽ മടങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് തുടർ ചികിത്സ കിട്ടുന്നില്ല. അവർ നടന്നും ബസ്സിൽ കയറിയും ഓട്ടോറിക്ഷ പിടിച്ചുമൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഡ്രസ്സിങ്. ഇവിടെ അത് മാറിയിരിക്കുന്നു.